അമ്മ അമ്മ പോയി പൂജകൾ ചെയ്യേ, ഞങ്ങളിപ്പോ വരാം. നിങ്ങളിത് എങ്ങോട്ട് പോവാ? ആഞ്ജനേയ സ്വാമിയുടെ അടുത്തേക്ക്. സ്വാമിയോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ ചിക്കു. എനിക്കും തിരുമേനിയോട് പലതും ചോദിക്കാനുണ്ട്. എന്താ കുട്ടി, ഇന്ന് ഒറ്റയ്ക്കാണോ വന്നേ? നിങ്ങളുടെ ഭർത്താവ് എവിടെ? കാപ്പ് ഊരിപ്പോയോ? അത് തന്നെ ഊരിപ്പോന്നു തിരുമേനി. അപ്പോ ശ്രീരാമചന്ദ്രൻ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം കാണിച്ചു തന്നു തോന്നുന്നു. അങ്ങനെയല്ല തിരുമേനി, എന്റെ പ്രശ്നം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം ഞാൻ ഇന്നലെ രാത്രി സ്വപ്നമായി കണ്ടു. അപ്പോഴാ ഈ കാപ്പ് കയ്യിൽ നിന്ന് ഊരി വന്നത്. എന്താ കുട്ടി കണ്ട സ്വപ്നം? ഒരു പെൺകുഞ്ഞിന്റെ പേരിലാണ് എന്റെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. അതേ പെൺകുഞ്ഞിനെ ഞാൻ ജന്മം നൽകിയെന്ന സ്വപ്നത്തിൽ കണ്ടത്. പക്ഷെ എനിക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ഒരിക്കലും സാധ്യമല്ല. ആ ഈശ്വരൻ വിചാരിച്ച നടക്കാത്തതായി ഈ ലോകത്ത് ഒരു കാര്യമില്ല മോളെ. നമ്മുടെ കഷ്ടപ്പാടുകളും കണ്ണീരും കാണുന്ന ഈശ്വരൻ എന്തായാലും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പറഞ്ഞു തരും. നമ്മൾ ആ പരിഹാരം കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവേയുള്ളൂ. തിരുമേനി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് സത്യങ്ങൾ. നിങ്ങളുടെ പ്രശ്നത്തിന് ഈശ്വരൻ എന്തായാലും പരിഹാരം കണ്ടു കഴിഞ്ഞു വെച്ചിട്ടും ഉണ്ടാവും. അത് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓം യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ നമസ്തേ. ആ പരിഹാരം എന്താണ് എന്റെ ഈശ്വര? ഇപ്പൊ ഈ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ആഞ്ജനേയ സ്വാമി? ഒരു കാര്യം ചെയ്യണം. സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. സഹായം ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ഇടയിൽ എന്തിനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞങ്ങളുടെ അച്ഛനും അമ്മയെ ഇന്നലെ കാപ്പ് കൊണ്ട് ഒന്നിപ്പിച്ചു. അതുവരെ എല്ലാം നല്ലതായിരുന്നു. ആ ശൂർപ്പണക മഞ്ചിരി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ ഞങ്ങളുടെ അച്ഛനും അമ്മയും ആ കാപ്പ് കാരണം ഒന്നിക്കുമെന്നാ വിചാരിച്ച. ഒരു ദിവസം കൊണ്ട് തന്നെ ആ കാപ്പ് വെടിപ്പിച്ചു കളഞ്ഞല്ലോ. അത് വീണ്ടും കയ്യിലെത്തിച്ചു അല്ലേ? അത് സീതയുടെയും രാമന്റെയും കയ്യിൽ കിടന്ന കാപ്പായതുകൊണ്ടല്ലേ അത് ഇത്ര പെട്ടെന്ന് തിരിച്ചെടുത്തത്. അപ്പോ സീതയും രാമനും മാത്രം ഒന്നിച്ചുണ്ടായാൽ മതിയല്ലേ? ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും അത് പ്രശ്നമില്ല. സ്വാമി ഞങ്ങളോട് ഇത് ചെയ്യുന്ന ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. സ്വാമി ഞങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചേ. എന്നിട്ട് ഞങ്ങളെങ്ങനെ ചതിച്ചല്ലോ. സ്വാമിയോട് ഞങ്ങൾക്കിപ്പോ ശരിക്കും ദേഷ്യം തോന്നുന്നു. എന്തു പറ്റി കുട്ടികളെ? ആഞ്ജനേയ സ്വാമിയോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? സ്വാമിക്ക് ദേഷ്യം വന്നാൽ എന്തൊക്കെയാ സംഭവിക്കാന്നറിയോ? ദേഷ്യം ഈ സ്വാമിക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങള് സ്വാമിക്ക് നേർച്ച വെച്ചിരുന്നു. ഞങ്ങളത് തീർത്തിട്ട് സ്വാമി ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തന്നില്ല. സ്വാമി പറയുന്നത് പോലെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കാപ്പ് ഊരിയെടുത്ത് എന്തിനാ? ആ ശൂർപ്പണക ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ എന്തിനാ നിൽക്കുന്നത്? ഞങ്ങൾ സ്വാമിയോട് എന്താ ചോദിച്ചത്? സ്വാമി തിരിച്ച് ചെയ്തതെന്താ? അതിനാണോ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ ചോദിച്ചെന്താന്ന് സ്വാമിക്കറിയാം. പക്ഷേ സ്വാമി എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല. സ്വാമിക്ക് ഒന്നിപ്പിക്കാനല്ലാതെ വേർപിരിക്കാനൊന്നും അറിയില്ല. നിങ്ങളുടെ അച്ഛനെ അമ്മേനെ സ്വാമി സീതാരാമന്മാരെ പോലെയാ കാണുന്നേ. ഈശ്വര സ്വർഗത്തിൽ വെച്ച് ചേർത്ത ബന്ധാ അത്. മാതൃസ്നേഹത്തിന്റെ സത്യം എന്താണെന്ന് അറിയുന്നത് വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുട്ടികളെ. മുത്തശ്ശിനി പറയുന്നതിന്റെ ഒക്കെ അർത്ഥം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ചോദിച്ചതെന്താ? മുത്തശ്ശിനി ഇപ്പൊ പറഞ്ഞു തന്നതെന്താ? ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അപ്പൊ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ? അല്ല, ചിരിക്കുന്നത് എന്തിനാ? അല്ല, മുത്തശ്ശനാരാ? മുത്തശ്ശന്റെ പേരെന്താ? കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് പെട്ടെന്ന് കാണാതായി. മുത്തശ്ശൻ ആരാന്ന് പറയേ? ഞാൻ ആരാണെന്നും നിങ്ങൾ ആരാണെന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു യാത്രയാണല്ലോ ഇത്. എന്തായാലും ഒരു ദിവസം അതിന് ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടുമ്പോ എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. കുട്ടികളെ, അവിടെ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ വേഗം ചെല്ല്.
പതുക്കെ. എന്നെ കൊല്ലാനാണോ ഉദ്ദേശം? മോം, ഈ മുറിവും പാടും ഒക്കെ കണ്ടിട്ട് ബാത്റൂമിൽ വഴുതി വീണാന്ന് തോന്നുന്നില്ലല്ലോ. അത് ശരിയാ അമ്മേ, ആരോ മനഃപൂർവ്വം അടിച്ചതുപോലെ തന്നെയാ തോന്നുന്നേ. അതെ, രാത്രി നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ എന്നെ അടിച്ചത്. ഞങ്ങളടിച്ചെന്നോ? ഞാനങ്ങനെ സ്വപ്നം കണ്ടു വിവേക്. ഞങ്ങൾ അമ്മയെ തല്ലിയെന്ന് അമ്മ സ്വപ്നം കണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്. ബാത്റൂമിൽ ഇടിച്ചു വീണ് ദേഹം മുഴുവനും വേദനിക്കുക എനിക്ക്. അതിന്റെ ഇടയിൽ കൂടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കല്ലേ. എടാ, ഇവളെന്നെ കൊല്ലുമെന്നാ തോന്നുന്നത്. അയ്യോ, ഇവളെനിക്ക് മരുന്ന് വെക്കുകയല്ല, ഇവളെന്റെ അവസാനം കാണാൻ നിൽക്കുക. ചാരു, മോമിന് നല്ല വേദനയുണ്ടെന്നാ തോന്നുന്നേ. നീയൊന്ന് പതുക്കെ മരുന്ന് വെക്ക്. ഞാൻ പതുക്കെ തന്നെയാ ചെയ്യുന്ന വിവേക്. നല്ല വേദനയുള്ളതുകൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്. ഈ വേദന നീയൊക്കെ കൂടെ തന്നതാ. ഇന്ന് തന്നെ നിന്നെ നിന്റെ ചേച്ചി ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. അല്ലെങ്കിൽ എന്റെ പേര് പ്രിയമത എന്നല്ല, ഞാൻ ആരാണെന്ന് കാണിച്ചുതരാം. എടാ, ഇവള് മരുന്നിട്ടിട്ട് എന്റെ വേദന പോകുന്നു തോന്നുന്നില്ല. പകരം എന്റെ BP കൂടുന്നേ ഉള്ളൂ. എന്റെ സ്മാർട്ട് വാച്ച് ഇങ്ങ് തന്നെ. എന്താ, അമ്മയുടെ സ്മാർട്ട് വാച്ചോ? അതേടാ, ആ ടീ പോയിന്റ് പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കി ഇങ്ങോട്ട് എടുത്തു തന്നെ. എന്റെ BP എത്രയാണെന്നൊന്ന് ചെക്ക് ചെയ്യാനാ. അതവിടെ ഉണ്ടെങ്കിലല്ലേ നോക്കിയിട്ട് കാര്യമുള്ളൂ. എന്റെ അമ്മേ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? മോം, ആ വാച്ചോടെ കാണുന്നില്ല. എവിടെയാ കൊണ്ടു വെച്ചേ? അവിടെ ഇല്ലാന്നോ? രാത്രി ഞാൻ അവിടെ വെച്ചതാണല്ലോ. ശരിക്കൊന്ന് നോക്കിയേ. ഞാൻ നോക്കിയതാ മോം, അതവിടെ ഇല്ല. റൂമിൽ വെച്ച സാധനം ഇത് എവിടെ പോയെന്നാ? നിക്ക്, ഞാൻ തന്നെ നോക്കാം. ഇനി ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് കാണോ? ഹലോ, യാ ആദ്യം നോക്കിക്കോളാം. എന്താ നോക്ക്, എന്താ? താഴേക്ക് നോക്ക്. എന്റെ അമ്മേ, രാത്രി ഞാൻ അവിടെ തന്നെയാണല്ലോ വെച്ചത്. ഇവിടെ വച്ചിരുന്നാണല്ലോ. നല്ലൊരു വാച്ചായിരുന്നു അത്. എവിടെ കൊണ്ടുപോയി വെച്ചോ എന്തോ. രാത്രി ഇവിടെ കള്ളം കയറിയെന്ന് പറഞ്ഞല്ലായിരുന്നോ? ചിലപ്പോ അവൻ എടുത്തോണ്ട് പോയി കാണും. മോം, വാച്ച് എവിടെയും പോയി കാണില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ചാരു, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ എങ്ങോട്ടായി പോകുന്നേ? ബഗ് ഫിക്സ് ചെയ്യാനാ. എന്താ? അത് പിന്നെ മോം, ചാരുവിന്റെ ജിമിക്കയില് ഒരു സ്റ്റോൺ മിസ്സായെന്ന് പറഞ്ഞിരുന്നേ. അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ ഇറങ്ങിയതാ ഞാൻ. ചാരു, അപ്പൊ ഞാൻ പോയിട്ട് വരേ. സൂക്ഷിച്ചെന്നത് ഫിക്സ് ചെയ്യിക്കണേ. ശരി. നിനക്ക് 24 മണിക്കൂർ ഭാര്യയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അമ്മയുടെ കാര്യം അന്വേഷിക്കണ്ട. രണ്ടുപേരെന്നെ നോക്കിയതൊക്കെ മതി. ഇറങ്ങിപ്പോ. എന്റെ വാച്ചിന് എങ്ങോട്ട് പോയോ എന്തോ. രണ്ടുപേരും വേഗം പോയി ഹോംവർക്ക് ചെയ്തേ. പ്രസാദം എടുക്കും ഇതിനേട്ടാ. ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുമല്ലോ.
എന്നിട്ട് തിരുമേനി എന്താ പറഞ്ഞത്? ഞാൻ കണ്ട ആ സ്വപ്നം ഈശ്വരൻ എനിക്ക് തന്ന പരിഹാരമാണെന്നാ പറഞ്ഞത്. ഞാൻ എത്ര ആലോചിച്ചിട്ടും തിരുമേനി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ഓൾറെഡി ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് അതിനർത്ഥം. പക്ഷെ ആ കാര്യം നീ ഒരിക്കലും അറിയാൻ പോകുന്നില്ലല്ലോ മേഘ്നെ. ശരിക്കും ആ സ്വപ്നത്തിന് ഒരർത്ഥമില്ല മേഘനെ. അതുകൊണ്ട് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കെ. എന്നിട്ട് ചെന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫയലിംഗ് എടുത്തോണ്ട് വാ. ഞാൻ ഇറങ്ങാൻ നിൽക്കാം. ഉം. എന്താ മേഘ്നെ, ഈശ്വരൻ നിനക്ക് സമാധാനമൊക്കെ തന്നോ? നിനക്ക് ഗർഭപാത്രം ഇല്ലാത്തപ്പോഴും ഒരു പെൺകുഞ്ഞ് ജനിക്കാന്നുള്ള നിന്റെ സ്വപ്നം എങ്ങനെ സത്യമാവാനാ? നിന്റെ പ്രശ്നങ്ങൾ നീ തന്നെ വിളിച്ചു വരുത്തായിരുന്നില്ലേ? ഈ പ്രശ്നത്തിന് ആ ഈശ്വരന്റെ കയ്യിൽ പോലും പരിഹാരമില്ലല്ലോ മേഘ്നെ. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നീയാണ് മഞ്ജരി. നീ ഈ വീട് വിട്ട് ഇറങ്ങുന്ന നിമിഷം എന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. ആരെവിടെ നിന്ന് ഇറങ്ങി പോവാൻ പോകുന്നെന്ന് ആർക്കാ അറിയാവുന്നേ? ചെല്ല, മിഥുൻ ഇപ്പൊ നിന്നോട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? നീ പോയി അത് ചെയ്യ. വേഗം ചെല്ല മേഘനെ, ശരിക്കും നിനക്കുള്ള ദുസ്വപ്നം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. അല്ല, ഈ ഫയൽ ഇതെവിടെ പോയി? രാത്രി ഞാൻ ഇതിവിടെ തന്നെയാണല്ലോ വെച്ചത്. ഫയൽ ഇവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. അതെവിടെയാ വെച്ചേ? മിഥുനെ, അമ്പലത്തിൽ പോയിട്ട് മേഘന വന്നില്ലേ? വന്നായിരുന്നു മോ. അവൾ ഫയൽ എടുക്കാൻ വേണ്ടി പോയിരിക്കെ. ടെൻഡർ വിളിക്കാനുള്ള സമയമായി മിഥുൻ. നീ എന്തായാലും കുറച്ച് നേരത്തെ എത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആയിക്കോട്ടെ മോ. മേഘനെ, ആ ഫയൽ വേഗം എടുത്തോണ്ട് വാ. ചേച്ചി, താഴെ മിഥുനേട്ടൻ വിളിക്കുന്നുണ്ടല്ലോ. ഏതോ ഫയല് വേണമെന്നാ പറയുന്നത്. ആ ഫയലാണ് ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചാരു. അതിവിടെയെങ്കിലും കാണുന്നില്ല. അതെവിടെയാ വെച്ചത് ചേച്ചി? ഞാൻ ഇവിടെ തന്നെ വെച്ചിരുന്ന. ഇപ്പൊ നോക്കിയപ്പോ ഇവിടെ കാണുന്നില്ല. ചേച്ചി, രാത്രി ഒരു കള്ളൻ വീട്ടിലേക്ക് വന്നു പറഞ്ഞില്ലേ? ആ കള്ളൻ എങ്ങാനും ഫയൽ എടുത്തോണ്ട് പോയിട്ടുണ്ടാവോ? കള്ളനോ? മേഘനെ, സമയം പോവാ, വേഗം കൊണ്ടുപോവാ. മേഘന വരും, പക്ഷെ ഫയൽ ഉണ്ടാവില്ല. അവൾ വെറും കൈയോടെ വരും. കാറ്റ് വീശി തുടങ്ങിയെന്ന് തോന്നുന്നു. അതെ ആന്റി, കുറച്ച് സമയം കൂടി കഴിയുമ്പോ ഇവിടെ നല്ല ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ആ മഴയത്ത് ചേച്ചി അനിയത്തി നനഞ്ഞ കുളിരുമല്ലോ. അത് ആന്റിക്ക് നേരിട്ട് കാണാലോ. ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫയൽ എവിടെ? ഫയൽ എവിടെയൊന്നും കാണുന്നില്ല മിഥുനേട്ടാ. എങ്ങനെ കാണാതെ എന്ന് പറയുന്നേ? അത് എവിടെയാ വെച്ചത്? ഫയൽ ഞങ്ങളുടെ മുറിയിൽ തന്നെയായിരുന്നു വെച്ചാ. മിഥുനേട്ടാ, ഫയൽ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടിരുന്നെങ്കിൽ നിന്നോട് ചോദിക്കായിരുന്നു മേഘനെ. രാത്രി നീയല്ലേ അതിലെ പേപ്പേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് അടുക്കി വെച്ചത്. എന്നിട്ട് അത് എവിടെ വെച്ചേ? മാറ്റിയൊന്നും വെച്ചിട്ടില്ല. എന്റെ പിന്നോട് താഴെ തന്നെയാ വെച്ചത്. എന്താ ഇത്രയും ഇമ്പോർട്ടന്റ് ആയൊരു ഫയൽ നീ പില്ലോയുടെ താഴെ വെച്ച് കിടന്നുറങ്ങിയെന്നോ? അത്ര ശ്രദ്ധയില്ലാതെയാണോ ഓരോന്ന് ചെയ്യുന്നത്?
നിങ്ങളുടെ റൂമിൽ ഡിജിറ്റൽ ലോക്കർ ഉള്ളതല്ലേ, അതിൽ വെച്ചുകൂടായിരുന്നോ? ആ സമയത്ത് അച്ഛാ ഫയലിൽ ലോക്കറിൽ വെക്കണായിരുന്നു. ഇപ്പൊ ഞാൻ എഴുന്നേറ്റാ മിഥുനേട്ടൻ എഴുന്നേക്കും. വെറുതെ ഉറക്കവും ഡിസ്റ്റർബ് ആവും. ഞാൻ ആ സമയത്തൊന്ന് ഉറങ്ങിപ്പോയി ഡാഡ്. ഇതെന്റെ ശ്രദ്ധക്കുറവാ. എന്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചാ മേഘന ആ സമയത്ത് പില്ലോയുടെ അടിയിൽ ആ ഫയൽ എടുത്തു വെച്ചത്. അതുകൊണ്ട് നമ്മുടെ ജോലി ഈസി ചെയ്യാൻ ആന്റി. പെട്ടെന്ന് ഫയൽ എടുക്കാൻ പറ്റിയല്ലോ. ഡിജിറ്റൽ ലോക്കറിൽ വെച്ചിരുന്നെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. എന്താ ഇത് മിഥുൻ, ഇത്ര ഇമ്പോർട്ടന്റ് ആയൊരു ഫയല് ഒട്ടും ശ്രദ്ധയില്ലാതെയാണോ നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇത്ര ഇമ്പോർട്ടന്റ് ആയൊരു ടെൻഡർ ഫയല് ആരെങ്കിലും ഇങ്ങനെ തലയ്ക്ക് താഴെ വെച്ച് കിടന്നുറങ്ങോ? ഇത്ര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഫയല് നിങ്ങൾ എന്താ തലയിണയായിട്ടാണോ കാണുന്നത്? റൂമിൽ എങ്ങനെ ആരും വരാനില്ലല്ലോ, അതുകൊണ്ടായിരിക്കും പില്ലോയ്ക്ക് അടി വെച്ചതരുന്നുമേ. എന്നിട്ടിപ്പോ ആ ഫയല് കാണുന്നില്ലല്ലോ. ആരെടുക്കും ഇതിന്റെ ഉത്തരവാദിത്വം? ആ ഫയല് കിട്ടിയില്ലെങ്കിൽ ഇന്ന് നമുക്ക് ആ ടെൻഡറും കിട്ടില്ല. ഈ പ്രൊജക്ട് നമുക്ക് മിസ്സാവും. നമ്മുടെ അന്തസ്സോ അഭിമാനവും കമ്പനിയുടെ പ്രസ്റ്റീജും എല്ലാം നശിക്കും. രാത്രി വീട്ടിൽ കള്ളൻ കയറിയെന്ന് പറഞ്ഞല്ലേ അമ്മ? ചിലപ്പോ ആ കള്ളനാണ് ഫയൽ എടുത്തതെങ്കിലോ? നോക്കു മഞ്ജരി, എല്ലാം എന്റെ തലയിലേക്കാണല്ലോ വരുന്നത്. കള്ളനെന്നല്ല പറഞ്ഞ്, ആന്റിയാണെന്നൊന്നും അവര് പറഞ്ഞില്ലല്ലോ. അപ്പോ ഏതോ ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ റൂമിൽ കയറി ആ ഫയൽ എടുത്തുകൊണ്ട് പോകും വരെ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ അത്രയ്ക്ക് മതിമറന്ന് ഉറങ്ങുമായിരുന്നു മേഘനെ? നീയല്ലേ മേഘന ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ നീ എന്ത് ചെയ്യുമായിരുന്നു മിഥുൻ? ഞങ്ങൾ രണ്ടുപേരും കൂടി ഫയൽ പ്രിപ്പയർ ചെയ്തേ. നല്ല ക്ഷീണമായിരുന്നോണ്ട് ഉറങ്ങിപ്പോയി. രാവിലെ അലാം കേട്ട എഴുന്നേറ്റത്. ഇടയിൽ എപ്പോഴോ മേഘന ഒരു പെൺകുട്ടി ജനിച്ചൊന്ന് സ്വപ്നം കണ്ടതല്ലേ? അപ്പോ ഫയലിന്റെ കാര്യമൊന്നും ഓർമ്മ വന്നില്ലേ? പെൺകുഞ്ഞ് ജനിച്ച സന്തോഷത്തില് ഫയലിന്റെ കാര്യമൊക്കെ രണ്ടുപേരും മറന്നുപോയി കാണും. നടക്കാത്ത സ്വപ്നവും കണ്ടു കിടന്ന് ആ പ്രധാനപ്പെട്ട ഫയൽ കൊണ്ട് കളഞ്ഞില്ലേ? രണ്ടുപേരോട് 1000 തവണ ഞാൻ പറഞ്ഞതാ ആ ഫയൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇപ്പൊ അല്ലെങ്കിൽ എന്റെ വാക്കിന് നിങ്ങൾക്ക് വിലയില്ലല്ലോ. ശരിയാ ആന്റി, ഇന്നലെ കാപ്പൂരി വെക്കാൻ പറഞ്ഞിട്ട് ആന്റിയുടെ വാക്കിന് ഒരു വിലയും തന്നില്ലല്ലോ. ഇതിനെല്ലാം കാരണക്കാരി ഇവള് തന്നെയാ. ഇന്നലെ ചേച്ചി പറഞ്ഞിട്ടും മേഘന ആ കാപ്പ് ഊരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഊരിയ ഈശ്വര കോപം ഉണ്ടാവുന്ന എന്തൊരു അഭിനയായിരുന്നു. എന്നിട്ട് ആ കാപ്പ് കയ്യിലുള്ളതുകൊണ്ട് മിഥുന്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ച് ഫയല് തലയ്ക്ക് താഴെ വെച്ച് ഉറങ്ങിയിട്ട് അതും കൊണ്ട് നശിപ്പിച്ചു. രാത്രി കള്ളം കയറിയെന്നല്ലേ പറഞ്ഞത്? CCTV ഫുട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. ഫയലും കൊണ്ട് കള്ളൻ ഇവിടുന്ന് പോയില്ലേ? ഇപ്പൊ എന്തായാലും ആ ഫയൽസിലെ ഡീറ്റെയിൽസ് എല്ലാം ലീക്കായി കാണും. മേഘനയ്ക്ക് കുറച്ച് ശ്രദ്ധയും ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ ആന്റി. മഞ്ജരി, ആവശ്യമില്ലാതെ മേഘനെ കുറ്റപ്പെടുത്തണ്ട. എന്തിനാ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാത്തിനും കാരണക്കാരി ഇവള് തന്നെയാ.
ഒരിക്കൽ ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നിന്റെ കൈ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ നീ കാരണം ഈ വീടിന് നാശം സംഭവിക്കാൻ പോകുന്നത്. മോം, ആ ഫയൽ നഷ്ടപ്പെടാൻ ഞാനും കാരണക്കാരനാ. അവളെ മാത്രം കുറ്റം പറയണ്ട. അതെ മിഥുൻ, നീയും ഇതിന് കാരണക്കാരനാ. നീയും മേഘനയും കൂടി അമ്പലത്തിൽ പോയി ആ കാപ്പ് കിട്ടി വന്നോണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്.